ഇസ്ലാമിൽ യാത്രകളുടെ വിധികൾ 5 എണ്ണമാണ്. എപ്രകാരമാണോ യാത്രകളുടെ ഉദ്ദേശങ്ങൾ മാറുന്നത് അപ്രകാരം യാത്രകളുടെ വിധിയും ദീനുൽ ഇസ്ലാമിൽ മാറുന്നതാണ്. വാജിബായ യാത്രയുണ്ട്, വാജിബായ ഉംറക്ക് നിർബന്ധമായ ഹജ്ജിന് വേണ്ടി നാം പുറപ്പെടുന്ന യാത്ര അത് വാജിബാണ്, നിർബന്ധമാണ്. സുന്നത്തായ യാത്രയുണ്ട്, ഇൽമ കരസ്ഥമാക്കുവാൻ വേണ്ടി നാം നടത്തുന്ന യാത്ര അത് സുന്നത്താണ്. അതുപോലെ തന്നെ മുബാഹായ യാത്രയുണ്ട്, കച്ചവടത്തിന് വേണ്ടിയുള്ള യാത്ര, വിനോദത്തിന് വേണ്ടിയുള്ള യാത്ര, ഇതെല്ലാം മുബാഹായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു നൽകിയ യാത്രയാണ്. അതുപോലെ തന്നെ മക്രൂഹായ യാത്രയുണ്ട്, പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത യാത്രയുണ്ട്. നമ്മെ അള്ളാഹുവിന്റെ ദീനിനെ തൊട്ട് തെറ്റിക്കുന്ന, സുന്നത്തായ അമലുകളെ തൊട്ട് തെറ്റിക്കുന്ന എന്തെല്ലാം യാത്രയുണ്ടോ അതെല്ലാം മക്രൂഹാണ്. ഹറാമായ യാത്രയുണ്ട്, മാസിയത്തുകൾക്ക് വേണ്ടിയുള്ള യാത്ര, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള യാത്ര, ഏത് ദർഗകളായാലും ഏത് മഖ്ബറകളായാലും അവിടേക്കുള്ള യാത്ര ഹറാമാണ്, പാടില്ലാത്തതാണ്. പാപങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര, വ്യഭിചരിക്കാൻ, മദ്യത്തിനു വേണ്ടി, ലഹരിക്ക് വേണ്ടി ഹറാമായ യാത്രയാണ്. ഇത്തരത്തിൽ യാത്രകളുടെ ഇനങ്ങൾ ദീനുൽ ഇസ്ലാമിൽ 5 എണ്ണമാണ്.